നമസ്കാരം. ടീം ഇന്ത്യ വീണ്ടും ഒരു ഏകദിന പരമ്പരയ്ക്ക് കച്ചമുറക്കുകയാണ്. ന്യൂസിലൻഡിനെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചു കഴിഞ്ഞതിനു ശേഷം വളരെയധികം ശരിയായുള്ള തീരുമാനമാണ് എന്ന് പലരും പറയുന്നു. അടുത്ത ഞായറാഴ്ച മുതലാണ് 3 മത്സരങ്ങളുടെ പരമ്പര നടക്കുക. മുഴുവൻ മത്സരങ്ങളും പകലും രാത്രിയുമായിട്ടാണ് നടക്കാൻ സാധ്യതയുള്ള. ശുഭ്മൻ ഗില്ലിന് കീഴിലാണ് കിവി ദൗത്യത്തിനായി ഇന്ത്യ ഇറങ്ങാൻ പോകുന്നത് എന്നതാണ് ആദ്യത്തെ കാര്യം. പരിക്കു കാരണം അവസാനത്തെ പരമ്പര നഷ്ടമായ അദ്ദേഹത്തിന്റെ തിരിച്ചുവരവാണ് ന്യൂസിലൻഡിനെതിരെ തന്നെ സംഭവിച്ചിരിക്കുന്നത് എന്നതുകൂടി കൂട്ടിച്ചേർക്കുന്നു. പക്ഷെ ടീമിൽ സ്ഥാനമർഹിച്ച ചിലർ പരമ്പരയിൽ അവഗണിക്കപ്പെട്ടിട്ടുണ്ട് എന്നതുകൂടി പറയുന്നുണ്ട്. ചിലർക്ക് വിശ്രമം നൽകിയപ്പോൾ മറ്റുള്ളവരാവട്ടെ ശരിക്കും പറഞ്ഞാൽ തഴയപ്പെടുകയുമായിരുന്നു. ഇത്തരത്തിൽ ടീമിൽ ഇടം നേടിയിട്ടില്ലാത്ത അല്ലെങ്കിൽ നേടിയതേ കാണിക്കാത്ത ഉൾപ്പെടുത്തിയിട്ടുള്ള 11 തിരഞ്ഞെടുത്താൽ ആർക്കെല്ലാം ഇടം ലഭിക്കുമെന്നാണ് ഇപ്പോൾ നോക്കുന്ന ഏറ്റവും വലിയ ലിസ്റ്റ്. തഴയപ്പെട്ടവരുടെ ഇന്ത്യൻ 11 വേണ്ടി ഓൾ ചെയ്യുക ഋതുരാജ് ഗെയ്ക്വാദ്, അഗ്രസീവ് ഇടം കയ്യൻ ബാറ്ററും ഇഷാൻ കിഷനുമായിരിക്കും. ന്യൂസിലൻഡിനെതിരെ പ്രഖ്യാപിച്ച ടീമിൽ 2 പേരും ഇടമുണ്ടാകുമെന്ന് കരുതപ്പെട്ടിരുന്നു. പക്ഷേ ഇരുവരും അവഗണിക്കപ്പെടുകയായിരുന്നു ചെയ്തത്. സൗത്ത് ആഫ്രിക്കയുമായിട്ടുള്ള അവസാനത്തെ ഏകദിന പരമ്പരയിലെ 3 മത്സരങ്ങളിലും കളിക്കുകയും കന്നി ഏകദിന സെഞ്ചുറി കുറിക്കുകയും ചെയ്തയാളാണ് ഋതുരാജ് ഗെയ്ക്വാദ്. എന്നിട്ടും അദ്ദേഹത്തിന് ഇന്ത്യൻ ടീമിലേക്കുള്ള വഴി അടയുകയായിരുന്നു എന്നുകൂടി പറയേണ്ടി വരും. ഇഷാൻ ആവട്ടെ 2 വർഷത്തോളമായി ടീമിന് വേണ്ടി കളിച്ചിട്ടുമില്ല. എങ്കിലും ഋഷഭ് പന്തിന് പകരം ബാക്കപ്പ് കീപ്പറായി അദ്ദേഹം തിരിച്ചെത്തുമെന്നും റിപ്പോർട്ടുകൾ തന്നെ കൃത്യമായി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആഭ്യന്തര ക്രിക്കറ്റിൽ തന്നെ തകർപ്പൻ പ്രകടനമായിരുന്നു ഇതിന് കാരണം. ആഭ്യന്തര ക്രിക്കറ്റിൽ കളിച്ച ഫോർമാറ്റുകളിലെല്ലാം ഇഷാൻ മിന്നിച്ചു. ഇത് T20 ലോകകപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിലും ഇഷാന് ഇടം നേടിക്കൊടുത്തിരുന്നു. പക്ഷേ ഏകദിന ടീമിലേക്ക് അദ്ദേഹത്തെ തിരികെ വിളിക്കാൻ സെലക്ടർമാർ തയ്യാറായിട്ടുമില്ലായിരുന്നു. ഋതു ഇഷാൻ ഓപ്പണിംഗിന് ശേഷം ഇന്ത്യൻ 11 3 മുതൽ 6 വരെ സ്ഥാനങ്ങളിൽ മലയാളി സൂപ്പർ താരം സഞ്ജു സാംസൺ, തിലക് വർമ്മ, റിയാൻ പരാഗ്, ശിവം ദുബെ എന്നിവരാണുള്ളത്. ഇക്കൂട്ടത്തിൽ ടീമിൽ ഏറ്റവും അധികം സ്ഥാനം അർഹിക്കുന്നത് സഞ്ജു തന്നെയാണ് എന്ന് പറയണം. പക്ഷേ 2 വർഷത്തിലേറെയായി അദ്ദേഹം പുറത്താണ് ഇപ്പോൾ കഴിയുന്നത്. 2023 അവസാനമായി കളിച്ച ഏകദിനത്തിൽ മാച്ച് വിന്നിംഗ് സെഞ്ചുറി കുറിച്ചിട്ടും പിന്നീട് സഞ്ജുവിന് ഒറ്റ അവസരം പോലും ലഭിച്ചിട്ടുമില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം കേരളത്തിനായി വിജയ് ഹസാരെ ട്രോഫിയിലും അദ്ദേഹം സെഞ്ചുറി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നുവെന്ന് കൃത്യമായി പറയാൻ സാധിക്കും. തഴയപ്പെട്ടവരുടെ ഈ ഇന്ത്യൻ ടീമിന്റെ ക്യാപ്റ്റനും വിക്കറ്റ് കീപ്പറുമെല്ലാം സഞ്ജുവാണ്. തിലകും പരാഗും ടീമിനായി ഭാവിയിൽ 3 ഫോർമാറ്റുകളിലും കളിക്കാൻ മിടുക്കുള്ളവരാണെന്ന് കൂടി പറയാം. തിലക് T20 ടീമിലെ അഭിവാജ്യ ഘടകമാണെങ്കിലും പരാഗ് ഒരു ഫോർമാറ്റിലും ഇപ്പോൾ ടീമിലില്ല. ഏകദിനത്തിൽ 1 മത്സരവും T20യിൽ 9 മത്സരങ്ങളും കളിച്ചിട്ടുള്ളയാളാണ് അദ്ദേഹം. ദുബൈയുടെ കാര്യം എടുത്തു നോക്കിയാൽ T20യിൽ അദ്ദേഹം സ്ഥിരം സാന്നിധ്യമാണെങ്കിലും ഏകദിനത്തിൽ പൂർണ്ണമായും ടീമിന് പുറത്താണ്. വെറും 4 മത്സരങ്ങൾ മാത്രം ഏകദിനത്തിൽ ദുബൈ കളിച്ചിട്ടുമുള്ളൂ. 11ൽ 7-8 സ്ഥാനക്കാർ സ്റ്റാർ ഓൾറൗണ്ടർ ഹർദിക് പാണ്ഡ്യയും സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടറായ അക്ഷർ പട്ടേലുമാണ്. T20 ലോകകപ്പ് മുന്നിൽ കണ്ടാണ് ഇന്ത്യൻ ടീമിൽ ഹർദിക്കിന് വിശ്രമം അനുവദിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ അക്ഷറിനെ എന്തുകൊണ്ട് ടീമിലെടുത്തില്ല എന്ന കാര്യം വ്യക്തതയുമില്ല. മിസ്റ്ററി സ്പിന്നറായ വരുൺ ചക്രവർത്തിയാണ് 11ലെ സ്പെഷ്യൽ സ്പിന്നർ എന്ന് കൂടി പറയാം.